ബോക്സിംഗ് ഡേ ഇൻ പ്രീമിയർ ലീഗ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആൻഡ് സർപ്രൈസിംഗ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് മാഞ്ചസ്റ്റർ ക്ലബ്ബുകൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു തന്നെ തുടങ്ങാം. ഇന്ന് വെള്ളിയാഴ്ചയാണ് ഗൈസ്, സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഓരോന്നും ഇനി കളിയാക്കാൻ എനിക്ക് വയ്യ. വീണ് കിടക്കുന്ന ആൾക്കാരെ നമ്മൾ വീണ്ടും ചവിട്ടി താഴ്ത്താനൊന്നും പാടില്ല. അതുകൊണ്ട് മാത്രം നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. ഓക്കെ, ഓരോ നല്ലതിന് വേണ്ടിയിട്ട്. കഴിഞ്ഞ 12 മാച്ചിൽ ഒരൊറ്റ ജയം എന്നുള്ള പേരുദോഷം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് മാൻ സിറ്റി എവർട്ടനെതിരെ കളിക്കാൻ ഇറങ്ങിയത്. അവർക്ക് അതിനുള്ള ചാൻസസ് ഒക്കെ ഉണ്ടായിരുന്നു. കളി 1-1 നിൽക്കുന്ന സമയത്ത് ഹാളണ്ടിന് ഒരു പെനാൾട്ടി കിട്ടുന്നു. ബട്ട് ആളുടെ ഷോട്ട് പിക്ഫോർഡ് സേവ് ചെയ്തു. റീബൗണ്ടിൽ ഹാളണ്ട് സ്കോർ ചെയ്തെങ്കിൽ കൂടെ അത് ഓഫ് സൈഡ് ആയിരുന്നു. മാച്ച് 1-1 തന്നെ അവസാനിച്ചു. കഴിഞ്ഞ 13 മാച്ചിൽ സിറ്റിക്ക് ഒരൊറ്റ ജയം മാത്രം. സിറ്റിക്ക് സമനിലയെങ്കിലും കിട്ടിയപ്പോൾ അവരുടെ നെയ്ബേഴ്സ് ആയിട്ടുള്ള യുണൈറ്റഡിന്റെ കാര്യം വളരെ വളരെ കഷ്ടത്തിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ടീമിന് ഇതുപോലത്തെ ഒരു കഷ്ടപ്പാട് ഉണ്ടാവുമെന്ന്. ഒരാഴ്ചന്റെ ഉള്ളിലെ 2 ടീമാണ് ഓർക്കെതിരെ ഒളിമ്പിക് ഗോൾ അടിക്കുന്നുണ്ട്. അന്ന് സോൺ എന്ന് മത്തേസ് കുഞ്ഞ ആൻഡ് യുണൈറ്റഡ് 2-0 വോൾസിനെതിരെ തോറ്റു. മാച്ചിന്റെ 47-ാം മിനിറ്റിലൊക്കെ ആയിട്ട് ബ്രൂണോക്ക് റെഡ് കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ബട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ടൊന്നുമല്ല ആ ടീം തോറ്റത്. ആ പ്ലേയേഴ്സിനെ എല്ലാവരും പിടിച്ച് കൊട്ടിക്കിടണം. 5 പൈസക്ക് വയ്യൊന്നിനും. ഒന്നുമില്ലെങ്കിലും അമോരുമിന് കീഴില് മാഞ്ചസ്റ്റർ റെഡ് ആയിട്ട് തന്നെ തുടരുന്നുണ്ട്. അത് കാണുമ്പോൾ ചെറിയൊരു ആശ്വാസം. ചെൽസിയെ കുറിച്ചിട്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എന്താണോ പറഞ്ഞത് അത് തന്നെ വീണ്ടും സംഭവിച്ചിരിക്കുകയാണ്. അവര് ലിവർപൂളിനെ ക്ലോസ് ചെയ്യുന്നതിന് പകരം ചെറുതായിട്ട് ബോട്ടിൽ ചെയ്തുകൊണ്ടിരിക്കുക. കഴിഞ്ഞ മാച്ച് ഡ്രോ, ഈ മാച്ചിൽ ഫുൾഹമിനെതിരെ 2-1 തോൽവി. അവരുടെ ഫാൻസ് സ്റ്റേ ഹംബിളൊക്കെ ആയിട്ട് ഞങ്ങൾ ടൈറ്റിൽ റേസിനൊന്നുമില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീം നന്നായി കളിച്ച് കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഉള്ളിൽ സങ്കടം ഉണ്ടിട്ടോന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ബോട്ടിലിങ്ങിനെ കുറിച്ചിട്ട് പറയുമ്പോൾ നമ്മൾ എന്തായാലും ടോട്ടനത്തിനെ മെൻഷൻ ചെയ്യണം. അത് അവരുടെ ഹിസ്റ്ററിയാണ്. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ 1 ഗോളിന്റെ തോൽവി. ആൻഡ് ഈ സീസണിലെ ഡാർക്ക് ഹോഴ്സസ് ആയിട്ടുള്ള ഫോറസ്റ്റ് ഇപ്പോൾ 3-ാം സ്ഥാനത്താണ് പോയിന്റ് ടേബിളിൽ. 18 മാച്ചിൽ നിന്ന് 34 പോയിന്റ്. 2-ാം സ്ഥാനത്തുള്ള ചെൽസിയേക്കാൾ ഒരൊറ്റ പോയിന്റ് മാത്രമാണ് അവർക്ക് കുറവ്. ഇവിടെയുള്ള ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, പല വലിയ പ്രീമിയർ ലീഗ് ക്ലബ്സും ഒഴിവാക്കിയ പ്ലേയേഴ്സിനെ വെച്ചിട്ടാണ് നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് ഇങ്ങനെയൊക്കെ കളിക്കുന്നത്. അടുത്തത് ഞാൻ ജിങ്സ് ചെയ്യാൻ നോക്കിയിട്ടും കണ്ണ് വെക്കാൻ നോക്കിയിട്ടും സക്സസ്ഫുൾ ആവാത്ത ഒരേ ഒരു ടീം ലിവർപൂൾ. അവർ പിന്നെയും ജയിച്ചു. ലെസ്റ്ററിനെതിരെ 3-1 ജയം. പോയിന്റ് ടേബിളിൽ ഒരു മാച്ച് കുറവ് കളിച്ചിട്ട് പോലും 7 പോയിന്റിന്റെ ലീഡിലാണ്. 16 ഗോള്, 11 അസിസ്റ്റ്. സല ഇൻഡിവിജ്വൽ സ്റ്റാറ്റ്സിലെ എല്ലാ സ്ഥലത്തും 1-ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. ആളുടെ ബാലൻഡോർ ചാർജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. UCL-ലും പ്രീമിയർ ലീഗിലും ലിവർപൂളിന്റെ ഇപ്പോഴത്തെ ആ ഒരു ഫോം കണ്ടിന്യൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മേ ബി നെക്സ്റ്റ് ഇയർ ഇൻഷാല്ലാഹ് ബാലൻഡോർ സലക്ക് കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴത്തെ ബെസ്റ്റ് പ്ലെയർ, ബെസ്റ്റ് ടീം. ഗൈസ്, നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ജിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും പറയല്ല. ഓൺലി ഗുഡ് ഇന്റൻഷൻ. അത്രക്കുള്ളൂ. നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളും കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.